പഴഞ്ഞി ഇമ്മാനുവേൽ മാർത്തോമ സുറിയാനി പള്ളിയിൽ കുന്നംകുളം മലബാർ ഭദ്രാസന സൺഡേ സ്കൂളിന്റെ വാർഷിക പ്രതിനിധി സമ്മേളനവും അധ്യാപക സംഗമവും നടത്തി. ശനിയാഴ്ച നടന്ന യോഗത്തിൽ ഭദ്രാസന തിരുമേനി ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് അധ്യക്ഷനായി. വാർഷിക റിപ്പോർട്ട്, വരവ് ചെലവ് കണക്കുകൾ, 2025-26 വർഷത്തെ ബജറ്റ് എന്നിവ അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന അധ്യാപക സംഗമം ഷാജി ജോർജ് മാങ്ങാനം മുഖ്യ സന്ദേശം നൽകി. ഷീല ജോയ് പാഠവായന നടത്തി. വൈദികരായ ഫാദർ ജീൻസ് ടി രാജു, ഫാദർ ലിനു ജോർജ്, ഫാദർ അനുമൻ, സെക്രട്ടറി ബിനു വർഗീസ്, ട്രഷറർ CS റെനി എന്നിവർ പ്രസംഗിച്ചു. ബെസ്റ്റ് സൺഡേ സ്കൂളായി എടക്കര മാർത്തോമ ചർച്ച് 1ാം സ്ഥാനവും പഴഞ്ഞി മാർത്തോമ ഇമ്മാനുവൽ സൺഡേ സ്കൂൾ 2ാം സ്ഥാനവും നേടി. ഇരു സൺഡേ സ്കൂളിനും തിരുമേനി ട്രോഫികൾ സമ്മാനിച്ചു. എടപ്പാൾ വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം നടന്നു. കർഷക ദിനം വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA നജീബ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഫസീല സജീബ് അധ്യക്ഷത വഹിച്ചു. തവനൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ PV വിജേഷ് പദ്ധതി വിശദീകരണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹസൈനാർ നെല്ലിശ്ശേരി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അക്ബർ പനച്ചിക്കൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP ഷീജ, പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷെരീഫ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മുതിർന്ന കർഷകനായി EP മമ്മു, ജനാർദ്ദനൻ മാസ്റ്റർ, മികച്ച വനിതാ കർഷകയായി ബീന സുനിൽ, കർഷക തൊഴിലാളി KP വേലായുധൻ, ജൈവ കർഷകൻ KR പ്രദീപ്, കാറ്റഗറി വിഭാഗത്തിൽ മികച്ച കർഷകനായ അയ്യപ്പൻ, വിദ്യാർത്ഥി കർഷകരായ ആദർശ്, ജാസിന്ദ് മാബ്സൺ എന്നിവരെ ആദരിച്ചു. കാർഷിക രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വട്ടംകുളം കനുവ് ബഡ്സ് വിദ്യാലയത്തിന് ഉപഹാരം നൽകി. കർഷക ദിന ക്വിസ് വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വാർഡ് മെമ്പർമാരായ കഴുങ്ങിൽ മജീദ്, ശ്രീജ പാറയ്ക്കൽ, KP റാബിയ, ദിലീപ് എരുവപ്ര, ES സുകുമാരൻ എന്നിവർ പങ്കെടുത്തു. കാർഷിക വികസന സമിതി അംഗങ്ങളായ പത്തിൽ അഷ്റഫ്, ഭാസ്കരൻ വട്ടംകുളം, P കൃഷ്ണൻ, അബ്ദുള്ളക്കുട്ടി മാസ്റ്റർ, ഉബൈദ്, TP ഹൈദർ അലി, മുസ്തഫ, PV ബൈജു, നന്ദകുമാർ എന്നിവർ പ്രസംഗിച്ചു. കർഷക ദിനാഘോഷത്തിൽ 150ഓളം കർഷകർ പങ്കെടുത്തു. ചടങ്ങിന് കൃഷി ഓഫീസർ വിഷ്ണുദാസ് TN സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് M സ്മിത നന്ദിയും പറഞ്ഞു. കേച്ചേരിയിൽ അയൽവാസികൾ തമ്മിൽ വാക്കുതർക്കം, ഗൃഹനാഥനെ കുത്തി പരിക്കേൽപ്പിച്ചു. കേച്ചേരി പട്ടിക്കരയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് ഗൃഹനാഥനെ കുത്തി പരിക്കേൽപ്പിച്ചു. കേച്ചേരി ചെറനല്ലൂർ പട്ടിക്കര സ്വദേശി ചൂണ്ടപ്പുരയ്ക്കൽ വീട്ടിൽ 56 വയസ്സുള്ള ജയചന്ദ്രനാണ് കുത്തേറ്റത്. സംഭവത്തിൽ അയൽവാസിയായ സുജിത്തിനെതിരെ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. ഞായറാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. ഇരുവരും തമ്മിൽ വാക്കുതർക്കം നിലനിന്നിരുന്നു. സംഭവ ദിവസം ഇരുവരും തമ്മിൽ തർക്കമുണ്ടായതായി പറയുന്നു. തർക്കത്തിനിടെ അയൽവാസിയായ സുജിത്ത് കയ്യിൽ കരുതിയ കത്തിയെടുത്ത് ഗൃഹനാഥനെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആക്രമണത്തിൽ കൈക്ക് കുത്തേറ്റു. തുടർന്ന് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കുത്തേറ്റ ജയചന്ദ്രന്റെ കൈക്ക് 10ഓളം തുന്നലുകളുണ്ട്. സംഭവത്തിൽ പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ വടക്കാഞ്ചേരിയിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും തെറിച്ചു വീണ യുവാവിന് ഗുരുതര പരിക്ക്. എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപത്തായിരുന്നു സംഭവം. അബോധാവസ്ഥയിലായിരുന്ന യുവാവിനെ നാട്ടുകാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 9:30ഓടെയാണ് യുവാവിനെ അവശനിലയിൽ നാട്ടുകാർ കണ്ടെത്തുന്നത്. എങ്കക്കാട് റെയിൽവേ ഗേറ്റിനടുത്ത് ട്രാക്കിന് സമീപം പുല്ലിൽ വീണ് കിടക്കുന്ന നിലയിലാണ് യുവാവിനെ നാട്ടുകാർ കണ്ടെത്തിയത്. തൃശൂർ ഷൊർണൂർ പാതയുടെ സമീപത്തായിരുന്നു യുവാവിനെ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ തൃശൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് പോയിരുന്ന ട്രെയിനിൽ നിന്നാണ് വീണതെന്നാണ് നിഗമനം. നാട്ടുകാരുടെ പരിശോധനയിൽ യുവാവിന് അനക്കമുള്ളതായി കണ്ടെത്തിയതോടെ 108 ആംബുലൻസിൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. യുവാവിന്റെ കൈവശം ആധാർ ഉൾപ്പെടെയുള്ള യാതൊരുവിധ തിരിച്ചറിയൽ രേഖകളും ഇല്ലാത്തതിനാൽ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്നാണ് നിഗമനം. ട്രെയിനിന്റെ വാതിലിൽ നിന്ന് യാത്ര ചെയ്യുന്നതിനിടെ അബദ്ധത്തിൽ വീണതാകാമെന്നാണ് കരുതുന്നത്. വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. അഗതിയൂർ കലശമല ആര്യലോകാശ്രമത്തിൽ ആംസ് ജീവധാര പദ്ധതിക്ക് തുടക്കമായി. ദാനം തന്നെയാണ് ധ്യാനം എന്ന സന്ദേശവുമായി നടത്തുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം കുന്നംകുളം മലങ്കര ആശുപത്രി സെക്രട്ടറി KP സാക്സൺ നിർവഹിച്ചു. കാരുണ്യ പ്രവർത്തന മേഖലയിലേക്ക് ഇപ്പോൾ ധാരാളം പേർ കടന്നുവരുന്നത് വളരെ മാതൃകാപരമായ കാര്യമാണെന്നും അതിനായി മഹർഷിയെ പോലുള്ളവർ നൽകുന്ന സംഭാവന ശ്ലാഘനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് വൃക്കരോഗികൾക്കായി സൗജന്യ ഡയാലിസിസിനുള്ള ആംസ് ജീവധാരയുടെ കൂപ്പൺ വിതരണവും സാക്സൺ നിർവഹിച്ചു. എല്ലാ മാസവും തെരഞ്ഞെടുത്ത അർഹരായവർക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നതിന് കൂപ്പണുകൾ പദ്ധതിയിലൂടെ നൽകും.
ചടങ്ങിൽ സാമൂഹിക പ്രവർത്തകൻ പെൻകോ അബൂബക്കർ മുഖ്യാതിഥിയായി. വാക്കും പ്രവൃത്തിയും ഒരുപോലെ നടത്തുന്ന അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ആര്യ മഹർഷിയെന്ന് അബൂബക്കർ അഭിപ്രായപ്പെട്ടു. കാരുണ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ബാബ സയ്യദ് കൾച്ചർ ഇന്റർനാഷണൽ നൽകുന്ന അവാർഡ് മഹർഷിക്കും പത്നി സിമിക്കും പെൻകോ അബൂബക്കർ സമ്മാനിച്ചു. ആര്യ മഹർഷിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരായ അബ്ദുട്ടി കൈതമുക്ക്, കുമാരൻ ആര്യ നാവിക എന്നിവർ സംസാരിച്ചു. തുടർന്ന് വൃക്കരോഗികൾക്കായി മൾട്ടി ഓർഗൻ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ PV അനീന്റെ ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു. കുന്നംകുളത്ത് വീട്ടിൽ നിർത്തിയിട്ട സ്കൂട്ടറിൽ നിന്ന് ഹെൽമറ്റ് മോഷ്ടിച്ചു. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കുന്നംകുളം കാണിപ്പൊയൂർ വീട്ടിൽ നിർത്തിയിട്ട സ്കൂട്ടറിൽ നിന്ന് ഹെൽമറ്റ് മോഷ്ടിച്ചു. കാണിപ്പൊയൂർ സ്വദേശി ദീപുവിന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിൽ നിന്നാണ് മോഷ്ടാവ് ഹെൽമറ്റ് കവർന്നത്. ഇന്ന് പുലർച്ചെ 2:30 സംഭവം. ബൈക്കിലെത്തിയ 2 അംഗ സംഘം വീടിനു മുമ്പിൽ ബൈക്ക് നിർത്തിയതിനു ശേഷം പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിൽ നിന്ന് ഹെൽമറ്റുമായി കടന്നു കളയുകയായിരുന്നു. മോഷ്ടാവ് ഹെൽമറ്റ് കവരുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ വീട്ടിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുമെന്ന് ഉടമ അറിയിച്ചു. എടക്കളത്തൂരിൽ നാടകരാവുകൾക്ക് തുടക്കമായി. അന്നക്കര കളത്തിപ്പറമ്പിൽ മാധവന്റെ സ്മരണാർത്ഥമുള്ള എടക്കളത്തൂർ ദേശാഭിമാനി പ്രൊഫഷണൽ നാടക മത്സരത്തിന് എടക്കളത്തൂർ ശ്രീ രാമചന്ദ്ര UP സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് മത്സരം അരങ്ങേറുന്നത്. ആഗസ്റ്റ് 17 മുതൽ 26 വരെ നടക്കുന്ന നാടക മത്സരത്തിന്റെ ഉദ്ഘാടനം സേവർ ചിറ്റലപ്പള്ളി MLA നിർവഹിച്ചു. ദേശാഭിമാനി ക്ലബ് പ്രസിഡന്റ് CA ജിനീഷ് അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നാൻസി വില്യംസ്, തിരക്കഥാകൃത്ത് ജീവൻ സാജ്, നാടകോത്സവം കൺവീനർ KP ഷാജു, വായനശാല ഭാരവാഹികളായ AM ലിജീഷ്, KM പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. ദേശാഭിമാനി പബ്ലിക് ലൈബ്രറിയുടെയും കലാകായിക സാംസ്കാരിക വേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന നാടകോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ കായംകുളം പീപ്പിൾസ് തിയേറ്ററിന്റെ അങ്ങാടിക്കുരുവികൾ അരങ്ങേറി. തിങ്കളാഴ്ച തിരുവനന്തപുരം അമ്മ തിയേറ്ററിന്റെ ഭഗത് സിംഗ് പുലിമട PO കൊല്ലം എന്ന നാടകം അരങ്ങേറും. ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദി ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ 38ാം വർഷമാണ് നാടകോത്സവം ഒരുക്കുന്നത്. പാറന്നൂർ ജനകീയ വായനശാലയുടെ നേതൃത്വത്തിൽ കർഷക ദിനാചരണത്തോടനുബന്ധിച്ച് അന്തിക്കാട്ട് മാണി മെമ്മോറിയൽ കർഷക അവാർഡുകൾ വിതരണം ചെയ്തു. വായനശാല ഹാളിൽ നടന്ന അവാർഡ് ദാന ചടങ്ങ് സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് M ബാലാജി ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷത വഹിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം ചെയർപേഴ്സൺ ജൂലറ്റ് വിനു, കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ, വായനശാല എക്സിക്യൂട്ടീവ് അംഗം PC രതീഷ് എന്നിവർ സംസാരിച്ചു. മികച്ച നെൽ കർഷകനായ KP രവി, പുരയിട കർഷകനായ UK മോഹൻദാസ്, ക്ഷീര കർഷകയായ ജയ ശിവൻ, വനിത കർഷകയായ വിലാസിനി പ്രേമൻ, നൂതന മത്സ്യ കർഷകനായ MK ശരവണ ഭവൻ എന്നിവർക്കാണ് അന്തിക്കാട്ട് മാണി മെമ്മോറിയൽ കർഷക അവാർഡുകൾ വിതരണം ചെയ്തത്. മൊമെന്റോയും ക്യാഷ് പ്രൈസും പൊന്നാടയും ഉൾപ്പെടുന്നതാണ് കർഷക അവാർഡ്. വായനശാല സെക്രട്ടറി AP ജെയിംസ്, ലൈബ്രറിയന്മാരായ ഗ്രേസി റാഫേൽ, നിമ്മി എന്നിവർ നേതൃത്വം നൽകി.